എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, നമ്മളിൽ പലരും പറയുന്നൊരു കാര്യമാണ്. അതായത് നമുക്കൊരു കഷ്ടം വരുമ്പോൾ, നമുക്കൊരു പ്രയാസം വരുമ്പോൾ, നമുക്കൊരു പ്രതികൂലം വരുമ്പോൾ, ഒരു വേദന നമ്മുടെ ജീവിതത്തിൽ അലയടിക്കുമ്പോൾ, എന്റെ പ്രിയരെ, നാം എന്ത് ചെയ്യും? കർത്താവിനെ കുറ്റം പറയും. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾ, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും നന്മകളും നമ്മളെ തേടി വരുമ്പോൾ, നാം എന്ത് ചെയ്യും? ഓ, ദൈവം നല്ലവനാ, കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ വലിയവ ചെയ്തിരിക്കുന്നു, നന്മ ചെയ്തിരിക്കുന്നു. നമ്മൾ ഓട്ടോമാറ്റിക്കലി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. എന്തെങ്കിലും ഒരു കഷ്ടം വരട്ടെ, ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു പോകുന്നത് കാണുവാൻ കഴിയും. കുഞ്ഞെ, ഒരു കാര്യം ഇന്ന് പകൽക്കാലം ഓർമ്മിപ്പിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തെ നിനക്ക് വേണ്ടി ദൈവം വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അത് നീ പ്രാപിച്ചെടുക്കുവാൻ ദൈവസന്നിധിയിൽ താണിരിക്കണം. സങ്കീർത്തനം 95-8 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മെരീബയിലെ പോലെയും മരുഭൂമിയിൽ മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, ഇസ്രായേലിന്റെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ ചില ദിവസങ്ങൾ അവരുടെ ജീവിതത്തിൽ നാശത്തിനും കാരണമായിരുന്നു എന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയരെ, മസാനാളിൽ അവനെ കോപിപ്പിച്ച് അവന്റെ ദൈവത്തിന് നിങ്ങളോട് നീരസമുണ്ടായി അവിടെ നിന്നും നിങ്ങൾ താഴേക്ക് പോകുവാൻ തുടങ്ങി എന്നാണ് അവിടെ വചനത്തിൽ വായിക്കുന്നത്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ദിവസം നമുക്ക് മറക്കുവാൻ കഴിയാത്ത ആ ദിവസം എന്ന് പറയുന്നത് പ്രിയ